ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഏകദിന ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഏകദിന ഓറിയന്റേഷൻ ക്യാമ്പ് ആർദ്രം എന്ന പേരിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ ഇതുവരെ അടുക്കളയിൽ കയറാത്ത ആളുകൾ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക, അതൊക്കെ ഒരു അനുഭവമായിരുന്നു നിങ്ങൾക്ക്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഷാജിമാഷ് പറഞ്ഞതുപോലെ NSS വളണ്ടിയർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഒരു പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഞങ്ങളുടെയും പ്രയാസമാണെന്ന്, അല്ലെങ്കിൽ ഞങ്ങളും അതിൽ ഇടപെടേണ്ട ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു മനസ്സിനെ പ്രാപ്തി അല്ലെങ്കിൽ മനസ്സിനെ സജ്ജമാക്കിയിട്ടുള്ള കുട്ടികളായിരിക്കും NSS വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഒരു കാലങ്ങളിലും ഇല്ലാത്ത രീതിയിലും ഇപ്പോൾ കഴിഞ്ഞൊരു ക്യാമ്പിന്റെ പ്രത്യേകത, നിങ്ങളൊക്കെ ഒരു സ്നേഹാരാമം ഉണ്ടാക്കി അല്ലേ. നമ്മൾ പല വഴിക്കും പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാം ഓരോ NSS യൂണിറ്റുകളുടെ പേര് എഴുതിക്കൊണ്ട് സ്നേഹാരാമം ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ അന്ന് ചെയ്തത് കടുത്ത വേനലിലായതുകൊണ്ട് നമ്മൾ വെച്ച ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അല്ലേ. നിങ്ങളും അവിടെ ക്ലീൻ ചെയ്ത് ചിലപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ ഓരോ ക്യാമ്പുകളും ചെടികളൊക്കെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു മലിനമായി കിടക്കുന്ന ഒരു പ്രദേശത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇനി അവിടെ മാലിന്യം തള്ളാത്ത രീതിയിൽ, ഒരാൾക്ക് അവിടെ മാലിന്യം തള്ളാൻ തോന്നാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. വളണ്ടിയർമാരിൽ ലൈഫ് സ്കിൽ വികസനത്തിന് ഉതകുന്ന സ്വായത്തം പദ്ധതിയും പഴയ ന്യൂസ് പേപ്പർ, മാഗസിനുകൾ എന്നിവ ശേഖരിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന തുക പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സംഭാവന ചെയ്യുന്ന ആത്മകം എന്ന പദ്ധതിയും തനത് ഗ്രാമത്തിലെ സാമൂഹിക പ്രവർത്തികൾ എന്നിവയാണ് ക്യാമ്പിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. മുൻ വർഷങ്ങളിൽ ഉയർന്ന മാർക്ക് നേടിയ അഫ്ലഹ, ഫാത്തിമത്ത് നഹ്ല, അക്ഷയ, വിനയ് കൃഷ്ണ, മുഹമ്മദ് റിഷാദ്, അഞ്ചൽ കൃഷ്ണ എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഷാജി, പ്രോഗ്രാം ഓഫീസർ രതീഷ്, ഹെഡ് മിസ്ട്രസ് ജലജ, PTA അംഗം നിസാർ ആലം, അധ്യാപകരായ മനോജ് കുമാർ, സത്യനാരായണൻ, ഡോക്ടർ ഷഹനാസ് ബാബു, ഇബിനുഷ, സിമി, ശ്രീദേവി, വളണ്ടിയർ ലീഡർ റൂത്ത് ആൻഡ് തോമസ് എന്നിവർ സംബന്ധിച്ചു.